ഹലോ, അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറിക്ക് 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടൈഗർ കൊഞ്ച് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഈ റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ 2 മീഡിയം സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, 10-25 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഒരു 2 മീഡിയം സൈസ് തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു 4-5 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയ ഇഞ്ചിയും കൂടെ മിക്സിയുടെ ബ്ലെൻഡറിൽ ചെറുതായിട്ടൊന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള, അതിനുശേഷം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴന്നു വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റാം. ഇപ്പോൾ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ഉപ്പ് കൂടി പോരുത്. എന്നിട്ട് നല്ലൊരു മിക്സ് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ 1/2 കപ്പ് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മിക്സ് കൊടുത്തതിന് ശേഷം അല്പ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ്, അത്രയും വേണ്ട, നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ടൈഗർ കൊഞ്ച് കിട്ടുകയാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യും, വളരെ ടേസ്റ്റി ആയിരിക്കും. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്.